ലോക ഗജദിനമാണ്. കോടനാട് അഭയാരണ്യത്തിൽ ആനയൂട്ട് നടക്കാൻ പോവുകയാണ്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കി 7 ആനകൾ സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും സീനിയർ ആന സുനിതയാണ്. അതോടൊപ്പം തന്നെ പീലാണ്ടി ചന്ദ്രുണ്ട്, അട്ടപ്പാടിയെ വിറപ്പിച്ച, കൂടാതെ ഏറ്റവും ഒടുവിലെത്തിയ അഭിമന്യു, കോടതി വിധിപ്രകാരം എത്തിയതാണ് അഭിമന്യു എന്ന ആനയൊക്കെ ഉണ്ട്. ദയയുടെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ആനയ്ക്ക് സജ്ജമായിട്ടുണ്ട്. അതിൽ പഴവർഗ്ഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ റാഗി, മുതിര ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ചേർത്തുകൊണ്ടുള്ള ഭക്ഷണമൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആനയൂട്ട് നടക്കും. ആനയുടെ സംരക്ഷണാർത്ഥമുള്ള ഒരു ദിവസമാണ് ഈ ഗജദിനം. ആ ഗജദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. കോടനാട് അഭയാരണ്യം എന്ന് പറയുന്നത് ആന പരിപാലന കേന്ദ്രമാണ്. വളരെ പഴക്കം ചെന്ന കേരളത്തിലെ ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഈ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാകുന്നത്. കുളിച്ച് കുറി തൊട്ട് എല്ലാ ആനകളും മുന്നിൽ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് ഭക്ഷണവുമൊക്കെ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആനയൂട്ട് നടക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണിത്. കഴിഞ്ഞ തവണയും ഇത് ഇവിടെ ഉണ്ടായിരുന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. ആനപ്പാപ്പന്മാരൊക്കെ തന്നെയുണ്ട്. ഇദ്ദേഹം ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസറാണ്. എവിടെ വരെയായി കാര്യങ്ങളൊക്കെ? നടക്കുന്നു. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്? നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഏത്തപ്പഴം, പൈനാപ്പിൾ, അങ്ങനെ മറ്റേ തണ്ണിമത്തങ്ങ, അങ്ങനെയുള്ള കൂടുതലായിട്ട് കൂടുതലല്ല, അതിനൊരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇന്ന് ഗജദിനം കൂടിയാണല്ലോ. അതെ, ഗജദിനമാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ആനകൾ. അപ്പം അതിനൊരു സ്മരണാർത്ഥം കൊടുക്കുന്ന ആണ്. എന്തായാലും ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആനകൾക്കൊക്കെ ഇവർ പേരൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആനകൾ, ഗജവീരന്മാരെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ആനയൂട്ട് അല്പസമയത്തിനകം നടക്കും. എന്തായാലും സുന്ദരമായിട്ടൊരു കാഴ്ചയ്ക്ക്, മനോഹരമായൊരു വിരുന്നിനാണ് നമുക്കിവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത്തരത്തിലൊരു സുന്ദരമായ കാഴ്ച, ആനകൾ, പ്രത്യേകിച്ചും ആനയുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഉദ്യമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ വേണുവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.